സതീശൻ 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് അവസരവാദവും നിലപാട് സ്വീകരിക്കുന്നയാളാ. അതാ കാര്യം. എന്നിട്ട് വർഗീയതക്കെതിരായിട്ട് വലിയ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കും. മറ്റാരും പറയാൻ പാടില്ലെന്ന്, മറ്റാർക്കും പറയാൻ അവകാശമില്ല എന്നും പറയുക. അല്ല, അങ്ങനെ ആ ചോദ്യം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അത്ര പറയുന്നില്ല. ഞാൻ പറഞ്ഞു പാർട്ടി എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ക്രിമിനൽ കേസും മറ്റു കേസും ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംഘടനാപരമായിട്ട് കൈകാര്യം ചെയ്യുക. ഞങ്ങൾ ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റും നാളെ ജില്ലാ കമ്മിറ്റിയുണ്ട്. അത് കഴിഞ്ഞ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യേണ്ടുന്ന ഘട്ടം വരുമ്പോൾ ഞങ്ങളതിൽ ഇടപെടേണ്ടിയുണ്ടെങ്കിൽ ഇടപെടും. അത്രയേ ഉള്ളൂ. അത് അദ്ദേഹത്തോട് ചോദിക്കണം, അങ്ങനെ എന്താ കാര്യം ഉണ്ടായത്. ഞങ്ങളോട് ചോദിക്കേണ്ട കാര്യം എന്താണ്? നീതി ഞങ്ങൾ ഇത് സംബന്ധിച്ച് ഞാനിനി അതിൻ്റെ അപ്പുറത്ത് ഒരു കാര്യവും പറയാൻ ബാക്കിയില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് രണ്ടും ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇടപെടേണ്ടുന്ന ഘട്ടം വന്നാൽ ഞങ്ങൾ ഇടപെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം. യെസ്, അതൊക്കെ ശരിയാണ്. ഞങ്ങൾക്കറിയാം, അതെല്ലാം പറയാം. അറിയുന്ന കാര്യമില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ഞാൻ മറുപടി പറഞ്ഞു. ആയിക്കോട്ടെ. പാർട്ടിക്കകത്ത് പറഞ്ഞ മുഴുവൻ കാര്യം ഗൗരവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട്, ഇനിയും പരിഗണിക്കും. അത്രയേ ഉള്ളൂ അക്കാര്യത്തിൽ. അതിലൊന്നും പരിഗണനയില്ലാതിരിക്കുന്ന ഒരു പാർട്ടി നിലപാടല്ല ഞങ്ങൾ സ്വീകരിക്കുക. മറ്റേതെങ്കിലും പാർട്ടിയെ പോലെയുമല്ല. ഞങ്ങളത് കൃത്യമായിട്ട് പരിഗണിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു പോകുന്ന പാർട്ടിയാണ്, ഇനിയും സ്വീകരിച്ചു പോകും. അത്രയേ ഉള്ളൂ. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ്, വി കുഞ്ഞേഷിനോട് ചോദിക്കേണ്ടതാണ്. പാർട്ടിക്കെതിരായിട്ടുള്ള നിലപാട് അദ്ദേഹം എന്തുകൊണ്ടാണ് സ്വീകരിച്ചത് എന്നുള്ളത് അദ്ദേഹത്തോടെ ചോദിച്ചാലേ മനസ്സിലാവും. ഓ, അല്ല, അത് ഞങ്ങൾ അത് സംബന്ധിച്ച് കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സ്വീകരിച്ച് ഇത്രയേ ഉള്ളൂ. അതായത് പാർട്ടി ഇന്ത്യയിലെ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടിയാണ്. അതാണ് CPIM. വർഗീയ രീതിയിലുള്ള ഒരു പരാമർശവും പാർട്ടിയുടെ ഒരു ഭാഗത്തും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവുന്നത് ഒരു തരത്തിലും പാർട്ടി അംഗീകരിക്കുന്നില്ല. ഈ നിലപാടാണ് പാർട്ടി പൊതുവെ സ്വീകരിക്കുന്നത്. ആ പൊതു സ്വീകാര്യത നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇനി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടിട്ടുണ്ട്. ഇല്ല, നടപടിയൊന്നുമില്ല. നടപടിയല്ലല്ലോ, എല്ലാറ്റിനും പരിഹരിക്കുകയല്ലേ. അദ്ദേഹം തന്നെ ആ കാര്യം ചൂണ്ടിക്കാണിച്ചല്ലോ, ഖേദം പ്രകടിപ്പിച്ചല്ലോ. പിന്നെ നടപടി എന്താണ്? അല്ലല്ല, ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞിട്ടല്ല ആദ്യം പറഞ്ഞതും, ഞങ്ങൾ പറഞ്ഞിട്ടല്ല ഈ പറഞ്ഞ ഖേദം പ്രകടിപ്പിച്ചതും. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാര്യത്തെ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തും എന്നാണ് പറഞ്ഞത്. ഒരു തെറ്റുമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. തെറ്റൊക്കെ തിരുത്തി ശരിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനാണ് തീരുമാനിച്ചത്. അല്ലല്ല, അങ്ങനെയല്ല. അതും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. വാർത്താ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ ബൂർഷ്വാ പാർട്ടികളും അതിനെയൊക്കെ ഉപയോഗിച്ച് തെറ്റായ രീതിയിലുള്ള പ്രചാരങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് കുറേ ശേഷിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് പ്രതിപക്ഷ നേതാവ് ശരിക്കും വർഗീയ പ്രചാര വേലയാണ് നടത്തുന്നത്. പ്രതിപക്ഷ നേതാവും കോൺഗ്രസും എടുത്തുകൊണ്ടിരിക്കുന്നത് വർഗീയതയോടൊപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള പ്രവർത്തനമാണ്. എന്നിട്ട് മറ്റാർക്കും പറയാനാവും. അദ്ദേഹത്തിന് മാത്രമേ വർഗീയ പരാമർശവും വർഗീയ പ്രവർത്തനവും നടത്താൻ പാടുള്ളൂ, മറ്റാർക്കും അതിനെപ്പറ്റി എതിരായി മിണ്ടാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നതിൽ എന്ത് കാര്യമുള്ളൂ? അദ്ദേഹമാണ് കേരളത്തിലെ ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഇനിയും ഞങ്ങൾ കൂട്ടുകൂടും. ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന് വാദിക്കുന്നവരാണ് അവർ, ജമാഅത്തെ ഇസ്ലാമി. അതുതന്നെയാണ് ഞങ്ങളുടെ പരിപാടി എന്ന് ഇപ്പോഴും ആവർത്തിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും VD സതീശൻ പറയുന്നത് ഞങ്ങൾ അവരുമായിട്ട് ചേരും.
വർഗീയതക്കെതിരായിട്ട് ഞങ്ങൾക്കെതിരെ വിമർശിക്കാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് പറഞ്ഞാൽ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? വർഗീയതയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ തരാതരം പോലെ ബി ജെ പിയുമായിട്ടും അതുപോലെ തന്നെ ആർ എസുമായിട്ടും അതുപോലെ ജമാഅത്ത് ഇസ്ലാമുമൊക്കെ ഒക്കെ ചേരുന്ന ഒരു അവസ്ഥയാണ് കോൺഗ്രസ് ഇവിടെ കേരളത്തിലുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ലീഗും ഉള്ളത്. മാറ്റിയില്ലാന്ന് അവർ തന്നെ പറഞ്ഞല്ലോ. ജമാഅത്ത് ഇസ്ലാമികാർ തന്നെ പറഞ്ഞു ഞങ്ങൾ മാറ്റിയില്ലാന്ന്. പിന്നെ എങ്ങനെയാണ് സതീശൻ മാറ്റാകുക? സതീശൻ 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് അവസരവാദവും നിലപാട് സ്വീകരിക്കുന്നയാളാ. അതാ കാര്യം. എന്നിട്ട് വർഗീയതക്കെതിരായിട്ട് വലിയ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കും. മറ്റാരും പറയാനും പാടില്ലെന്ന്, മറ്റാർക്കും പറയാൻ അവകാശമില്ല എന്നും പറയാം. AKGയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട്. ഈ ഷാജി എന്ത് തോന്നിയാസവും പറയാൻ ഒരു മടിയില്ലാത്ത രാഷ്ട്രീയ നേതാവാന്ന് തന്നെ പറയാൻ പറ്റില്ല. തോന്നിയാസിയാണ്, എന്തു പറയും. അതിനോടൊന്നും മറുപടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവരോട് പറയാത്തത് തോന്നിയാസം തന്നെ. AKGയെ പറ്റി പറഞ്ഞതെല്ലാം തോന്നിയാസമല്ല, അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും പറയാനുള്ള പദം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചു. ശരി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാധ്യതകളും, ഏത് സാധ്യതകളും ഈ അതിവേഗ അല്ലെങ്കിൽ അർദ്ധ അതിവേഗ റെയിൽപാളത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളും വരട്ടെ, നമുക്കത് പരിശോധിക്കാവുന്നതാണ്. കേരളയിൽ തന്നെ അതേപോലെ തന്നെ തുടരണം. കാരണം കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല, അത് വെറുതെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് സംബന്ധിച്ചെല്ലാമുള്ള പുതിയ പ്രൊജക്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് പരിശോധിക്കാവുന്നതാണ്, ആവശ്യമായ നിലപാട് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ തന്നെ സുധാകരനും ചെന്നിത്തലയും പറഞ്ഞു അതൊന്നും അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, നമ്മളെല്ലാം പൊളിച്ചു കളയും. ഇവരെല്ലാം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വികസന വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. കാലഹരണപ്പെട്ടുപോയ രീതിയാണ് അവതരിപ്പിക്കുന്നത്. ഞാൻ അത്രയും ഇപ്പം പറയുന്നുള്ളൂ.